അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഞാൻ ചെയ്ത ആവശ്യമില്ലാത്ത ആ ഒരു പണി കൊണ്ട് പഠിച്ചോനെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ജോലികളെല്ലാം നോക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക്. ശരിക്കും ഹസീനയുടെ ആ ഒരു കാട്ടിക്കൂട്ടലുകൾ സൗദക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാൽ ഉമ്മ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടെ പറയുന്നുണ്ട്, പച്ച മലയാളത്തിൽ പെറ്റ തള്ളനോട് പറഞ്ഞേക്കണം ഇങ്ങോട്ട് പോരണ്ട പോരണ്ടാന്ന്. ഇജ്ജ് കേട്ടില്ല, സഹിച്ചോ, നല്ലോണം അനുഭവിച്ചോ. ഈ വലിയ കൊട്ടാരം കണക്കുള്ള പെര മുഴുവനും ഇജ്ജങ്ങോട്ട് അടിച്ചൊരു തുടച്ച് നന്നാക്കിക്കൂട്. പിന്നെ ഇതുവരെ ഞാനായിരുന്നു, ഇനി ഇജ്ജൊന്ന് പണിയെടുക്ക്. ഞാനൊന്ന് കാലും നീട്ടിരിക്കട്ടെ. എൻ്റെ അഞ്ചത്തി ചില്ലറക്കാരിയല്ല, അത് ഓർത്തോ. ഉമ്മ, നിങ്ങൾ എന്തീ പറയണത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് നവാസ്ക എടുത്ത വീട്. നവാസ്കാരെ ബാപ്പ എടുത്ത വീടാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അധികാരമൊക്കെ ഉള്ളതേ ഹസീനാൻ്റെ അടുത്താണ്. നല്ലോണം സഹിച്ചത് നല്ലോണം. ഇമ്മ, നിങ്ങൾ എന്തിനാ ഇങ്ങടെ ഇടങ്ങാറാക്കണേ? എൻ്റെ ഫോണും തരുന്നില്ല, ഞാൻ കേസ് കൊടുക്കും നിങ്ങളെ പേരിലൊക്കെ. പിന്നെ ഒരു കേസ് കൊടുക്കലായിരിക്കും. എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. ഇജ്ജാണ്ട് കേസ് കൊടുത്താലെന്താ? അതിനും വലുത് ഓള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ കേസും കൂട്ടൊക്കെ നടന്നൂടി. ഏതായാലും ഒരു കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്താറിൻ്റെയൊക്കെ നല്ലോ ഓള് പിഴ വാങ്ങുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇനി ഇജെങ്ങാനും കേസ് കൊടുത്താൽ എൻ്റെ പുതിയാപ്പിള നവാസോളെ പീഡിപ്പിച്ചു എന്ന് വരെ ഓള് പറഞ്ഞുണ്ടാക്കി കൊടുക്കും. കോടതി അത് സമ്മതിച്ചും ചെയ്യും. എന്തിയേ പറ്റൂലേ? അതാണ് പറഞ്ഞത്, നിൽക്കണ്ടോടത്ത് നല്ല മട്ടത്തിൽ നിന്നോണ്ടി. ഇമ്മൻ്റെ തന്നെ ആദ്യം പിടിച്ചു വെച്ച് കൊടുക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ് നിൽക്കണ്ടോടത്ത് നിന്നില്ല, ഇജ അവിടെ നിന്ന് പോന്നു അല്ലേ? എന്തിനാ ഇജ് അങ്ങനെ നിന്നത്? എനിക്ക് അവിടെ ഒരു പള്ളവേനുണ്ട്, ഒരു ഉലുവൻ്റെ എണ്ണി തിളപ്പിച്ചോണ്ട് കുടിച്ചാലും മാറുമല്ലോ. അതൊക്കെ എനിക്ക് ആവശ്യമോ തന്നീനോണ്ടൊന്നും സുഖമായില്ല. പിന്നെ എന്തേനു അവസാനം ഇപ്പം എന്തായി? ഭ്രാന്താശുപത്രിയിൽ എത്തിയ അവസ്ഥയായിപ്പോയി. ഇപ്പം എല്ലാവരും പിരാന്തത്തി പറഞ്ഞ് വിളിച്ച് കളിയാക്കണം. സഹിച്ചൂട്. ശരിക്കും കുഞ്ഞിക്കഥ നല്ല രീതിയിൽ അവളെ ഇടങ്ങാറാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൗദ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. കാരണം തൻ്റെ ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി കൊണ്ടുവന്നു വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഗതിയിലായി എന്ന് തന്നെ പറയാം. ഇപ്പാനോട് വിളിച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ നിൽക്കൽ നടക്കും തോന്നുന്നില്ല. പുത്തൻ വീട് തറവാട്ടിൽ തന്നെ പോകേണ്ടി വരും. എന്നാൽ ഹസീന അതാ കോണിപ്പടികൾ ഇറങ്ങി വരുന്നു. വലിയ ഹീലുള്ള ചെരുപ്പിട്ടുകൊണ്ട് അവൾ അതുവഴി നടന്നു പോകുമ്പോൾ അതിൻ്റെ ആ ശബ്ദം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ഉമ്മ, നല്ലോണം പോളിഷ് ചെയ്ത മാർബിൾമേലാണ് ഓൾ ആ ഒരു ചെരുപ്പിട്ടുകാണ്ട് വരുതി നടക്കുന്നത്. ഓള് ചെരുപ്പിട്ട് വരുതി നടക്കല്ല, ചളിച്ചെരുപ്പ് കൊണ്ട് കേറുകൂടി ചെയ്യും. എന്നോട് തുടക്കാൻ പറയും. നോക്കിക്കോ, എനിക്കതൊക്കെ വരാനുള്ള തന്നെയാണ്. എന്നാൽ അതാ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഹസീന കാറിൽ എങ്ങോട്ടോ പോകുന്നു. കൂടെ ഫ്രണ്ട്സുകളുമുണ്ട്. എവിടേക്കായിരിക്കും ഇവിടെ പോയത്? അറിയില്ല. എന്തെങ്കിലും ചോദിച്ചാലും പറയാൻ നിന്നാലേ നല്ലോണം ഉണ്ട് ഓളെ തൊള്ളിയിട്ട് കേൾക്കേണ്ടി വരും. അതാ ഉണ്ടാകുക വല്ല. പിന്നെ എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? ഞാൻ എന്തപ്പോൾ ചെയ്യുക? നിങ്ങളെല്ലാവരും കൂടി എന്നെ പഠിപ്പിച്ചല്ലേ. ഒരു കാലത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഉമ്മ, ബാപ്പാനെ കാട്ടിക്കൂട്ടിന് കുരുത്തക്കേട്ടിതേക്കാരം നിങ്ങൾക്ക്. പിന്നെ എൻ്റെ ബാപ്പാനെ ഞാൻ ഇവിടെ ഇങ്ങനെ കരുതി ഇവിടെ ആക്കി വെക്കല്ലേ. ഇപ്പോൾ പൊമ്പറന്നോളം കുട്ടികളായിട്ട് ജീവിക്കല്ലേ, സുഖസുന്ദരമായി. ഒരു വാലിയക്കാരത്തിനെ കെട്ടിക്കണം എൻ്റെ ബാപ്പ. ഉളുപ്പുണ്ടടി എൻ്റെ ബാപ്പാക്ക്? ഉളുപ്പുണ്ടോ? ഒരു വാലിയക്കാരത്തിനെയും കെട്ടിക്കാൻ 2-3 മക്കളുമായിട്ട് നടക്കണം ഇപ്പോൾ. ഇന്നെ മോളെ പ്രായമുള്ളതിനെ കെട്ടിക്കണത്. ഉമ്മ, അതൊക്കെ അതിലൊക്കെ വലിയ ചരിത്രമുണ്ട്. എന്ത് ചരിത്രാടി? എവിടുന്നെങ്കിലും കണ്ട പെണ്ണുങ്ങളെ കെട്ടിക്കൂട്ടി ഒലപ്പം നടക്കുക അല്ലമ്മ. ആ താത്താനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എളാമാനെ കുറിച്ച്. എളാമ, എൻ്റെ ഒരു എളാമ. അതെ, അത് ഹഫ്സത്ത. അവർ നല്ലൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞതാണ്. ആ സ്ത്രീ എന്ന് വെച്ചാൽ അവരുടെ പിതാവ് മരണപ്പെട്ട് അനാഥമായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം വരെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയൊക്കെ ഉണ്ടെന്നുള്ള പേരിൽ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഉപ്പ ഏറ്റെടുത്താണ്. നല്ല സ്ത്രീയാണ് എല്ലാം കൊണ്ടും. ഉപ്പാനെ നോക്കുന്നുണ്ട്. ഉമ്മ ഒരു നേരത്തെ വെള്ളം കൊടുക്കലുണ്ട് ഉപ്പാക്ക്. ഞാൻ ഇപ്പോൾ അങ്ങനെ വെള്ളമല്ല, ഞാൻ മുണുങ്ങാൻ കുറേ ഉണ്ടാക്കി കൊടുത്തീനു. അതൊന്നും നന്നില്ലല്ലോ. അതിനനുസരിച്ച് ഉമ്മ നിങ്ങൾ ചീത്തയും പറയില്ലേ? എന്തേലും ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പള്ള നിറച്ച് ചീത്തയും കൊടുക്കും. പിന്നെ എങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പ നിൽക്കുക? ഇജിപ്പോൾ നല്ല ആളായി. ഇജ് എൻ്റെ പുതിയാപ്പിളിനെ വിട്ടു പോകുന്നതിന് ഇജ് വലിയ ഇതാക്കുന്നില്ല. എനിക്ക് നവാസ്കാരം ഇഷ്ടമൊക്കെ തന്നെ. പക്ഷേ ഇമ്മണ് അതിൽ നിന്ന് ഏർപ്പെടുത്തിയത്. അതിൻ്റെ ശേഷം നവാസ്ക്ക് എന്നെ പറ്റ മറന്നു. എന്നെ വിളിക്കലുമില്ല. പിന്നെ പൈസ എൻ്റെ ഫോണിലേക്ക് വല്ലുണ്ടേനു. അത് ഇവിടെ എവിടെയും കാണാനുമില്ല. നിങ്ങൾ എന്താ കാട്ടി? എടി, അത് ഹസീനെ വിറ്റിക്കണ് തോന്നുന്നുണ്ട്.
നല്ലൊരു ഐഫോൺ അല്ലേനോ, അത് വിറ്റ് കൈക്കലാക്കിക്കണം. എവിടെ ഓള് വരട്ടി ഞാൻ കാട്ടി കൊടുക്കാം. എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെ ആയി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും എനിക്കറിയില്ല, അക്കോള് വിറ്റ് കായാക്കിക്കണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഹസീന കടന്നു വരുന്നു. അവളുടെ ആ വലിയ ഹീൽ ചെരുപ്പ് ഊരാതെ തന്നെ അവൾ അകത്തേക്ക് കയറി വന്നു. ശരിക്കും അതിൽ മണലോ പൊടിയോ ചളിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതാ സൗദ ചോദിച്ചു, അല്ല ഹസീന, ഇതെന്താ പഠിപ്പ്? ഈ എവിടെ പോയി വരിക? ബീച്ചിലോ? അവിടെയൊക്കെ പോയി വരികയാണെങ്കിൽ ആ ചളിയും പൊടിയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് അകത്ത് കയറിയാൽ പോരെ? എന്തിനാ ചെരുപ്പിട്ട് ഇങ്ങോട്ട് ഇത്രയും നല്ല മിനുസുള്ള ഈ ഒരു ഇറ്റാലിയൻ മാർബിളിലേക്ക് നീ ചവിട്ടി വരുന്നത്? അതിലൊക്കെ സ്ക്രാച്ച് വീഴൂലേ? ഇതൊക്കെ മണ്ണും പൊടിയായാൽ ആരാ നന്നാക്കാനേ? എന്നാൽ ഹസീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 വേലക്കാരത്തികൾ ഇവിടെ ഉണ്ട്. എൻ്റെ താത്തയായ നിങ്ങളും എൻ്റെ തള്ളയായ അവരും 2 പേര് ഇവിടെ ഉണ്ടാകുമ്പോഴേ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ നടക്കാം. വേഗം നല്ലോണം തോത്ത് തുടച്ച് വൃത്തിയാക്കിക്കൂടെ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അവൾ അതാ ചെരുപ്പിട്ട് വീണ്ടും ശക്തമായി അതിലൂടെ നടന്നു. എന്നാൽ സൗദക്കത് സഹിച്ചില്ല. എടീ, എൻ്റെ ഭർത്താവ് നയിച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ. അനക്ക് ചെരുപ്പിട്ട് നിരങ്ങാനും എൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടിക്കാനും മേയാനുള്ളതല്ല ഈ ഒരു സ്ഥലം. താത്ത സൈലൻറ്റ് പ്ലീസ്, പ്ലീസ്. നിങ്ങൾക്ക് സുഖമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ മെക്കെട്ട് നിങ്ങൾ വല്ലാതെ എടുക്കാൻ നിൽക്കണ്ട. അഥവാ മെക്കെട്ട് എടുക്കാൻ നിന്നാലേ ഞാൻ പറയും ഭ്രാന്തത്തിയായ സൗദത്തേതാ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയാലേ എല്ലാവരും നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെ ചെങ്ങലക്കിട്ട് കൊണ്ടുപോയി വീണ്ടും സെല്ല് കൊണ്ടുപോയിടും. വേണ്ടാത്തിന് നിൽക്കണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകാം. ഒരു വേലക്കാരത്തിയുടെ റോള് എന്നതിലപ്പുറം. എടീ, നീ എൻ്റെ ഫോൺ എന്താണ് ചെയ്തത്? ഓ, ഫോണോ? അതൊക്കെ പുട്ടടിച്ചില്ലേ? എന്ത് 1.5 ലക്ഷത്തിൻ്റെ ഫോണ്? അത് ഞാനങ്ങ് വിറ്റ് പുട്ടടിച്ച് എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ അങ്ങോട്ട് കൊടുത്തു. എന്താ, ഞങ്ങളെല്ലാവരും അടിപൊളിയായി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പിങ്ങും കാര്യങ്ങളും അതുപോലെ ഒക്കെ ആയിട്ട് അതങ്ങ് തീർന്നു പോയി. 1.5 ലക്ഷമൊക്കെ ഇപ്പോൾ എന്തോ നിൻ്റെ ഫോണിന് 1.5 ലക്ഷം ആണെങ്കിൽ എനിക്ക് 3 ലക്ഷത്തിന് വേണമെങ്കിൽ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അസീന പറയണം, എവിടെ നിനക്ക് പൈസ? ഓ, പൈസ കാണോ? അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. എന്താ കടം വേണോ? കുറച്ച് പൈസ? ഹസീന, എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. എവിടെ നിന്നാണ് എനിക്ക് ക്യാഷ് എന്നറിയണം. ഓ, അതൊന്നും ഇപ്പോഴും അറിയില്ലേ? ഉമ്മ പറഞ്ഞു കൊടുക്ക്. നമുക്ക് എത്ര ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പറ. ശരിക്കും ഹസീനയുടെ അഹങ്കാരത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് സൗദ ശരിക്കും ഞെട്ടി. എനിക്കാണിപ്പോൾ ഫുള്ള് നഷ്ടം വന്നത്. ഞാനായിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി. അവൾ തല തല്ലിക്കരഞ്ഞു. ഞാനായിട്ട് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി, ഭർത്താവിനെ നഷ്ടപ്പെടുത്തി, വീട്ടുകാരെ നഷ്ടപ്പെടുത്തി. നല്ല മട്ടത്തിൽ നിന്നിരുന്നെങ്കിൽ ഒക്കെ എനിക്ക് കിട്ടി സുഖസുന്ദരമായി ജീവിക്കായിരുന്നു. ഇറ്റകളിടയിൽ നിൽക്കണേ എനിക്കിഷ്ടമില്ല. അവൾ നേരെ അതാ റൂമിൽ കയറി വാതിലടിച്ചു. മോളെ, മോളെ സൗദ, കടുങ്കയൊന്നും ചെയ്യലട്ടെ ജേ. വെറുതെ ഓരോന്ന് നിൽക്കല്ലട്ടാ. ആ സൗദ, വാലോർക്ക്. സൗദ, എന്താ ഉമ്മ, ഞാൻ ഒന്ന് സ്വസ്ഥമായി ഇതിനുള്ളിലിരിക്കാൻ സമ്മതിക്കൂല നിങ്ങൾ? വല്ലാത്തൊരു പുതുമ തന്നെയാണല്ലോ. ഒന്ന് സ്വസ്ഥമായ റൂമിലിരിക്കാൻ പോലും സമ്മതിക്കില്ല. ആ സമയത്തും എടീ, അവിടെ നന്നായിട്ട് ചളിയൊക്കെ തുടച്ച് നന്നായിക്കാ ചെല്ലങ്ങട്ട്. എന്നെ കൊണ്ട് കഴിയൂലമ്മ. നിങ്ങൾ എന്തേ പറയണത്? കഴിയൂല പിന്നെ എന്ത് വെച്ചിട്ടാണ് വന്നത്? ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണി നല്ലോ എടുക്കേണ്ടി വരും. അതിപ്പോൾ ഇതിൻ്റെ പെറ്റ മോളായതുകൊണ്ട് പ്രാത്ത മോള് എന്നുള്ളതല്ല, ഒക്കെ കണക്കിന് എനിക്കാണ് ഇപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി. അസീനാനും കിട്ടൂല, ഓള് വരൂല്ല എടുത്താ. ശരിക്കും സൗദക്ക് സങ്കടം വന്നു. അതെല്ലാം കൂടെ കണ്ടിട്ട് അവൾ ആ വെളുത്ത മാർബിളിൽ നിന്നും ആ ചളികളെല്ലാം ആദ്യം തുടച്ചെടുത്തു. നന്നായി കഴുകി മോപ്പ് കൊണ്ട് തുടച്ചെടുത്തു. എടി, ആ മോപ്പോണ്ടൊന്നും തുടച്ചിട്ട് കാര്യമില്ല, നല്ലോണം കോട്ടൺ ശീലോണ്ട് ഇങ്ങോട്ട് തുടച്ചെടുക്ക്. എന്നാലേ ഇനിയിപ്പോൾ ആക്കണ് പോവുള്ളൂ, മറ്റേ ഇപ്പോൾ പിടിച്ചാളും. ശരിക്കും ഉമ്മയുടെ കൽപ്പന നിങ്ങൾക്ക് ചെയ്തുകൂടമ്മ ഇതൊക്കെ. ഞാൻ വല്ലാത്തൊരു പെടലാണ് ഞാൻ പെട്ടുപോയത്. ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണ്, എൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് എല്ലാം. അതൊക്കെ എനിക്ക് വയ്യ. വല്ലാത്തൊരു പുതുമായിപ്പോയി. അവൾ അതെല്ലാം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് കയറി പൊട്ടിക്കരഞ്ഞു. അതെ, ഞാൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറഞ്ഞത് വളരെയധികം സത്യമാണ്. ഞാൻ കുയ്യ് കുഴിച്ചു, ഞാനതിൽ വീഴുകയും ചെയ്തു. ഞാനായിട്ട് തന്നെ എല്ലാം നഷ്ടപ്പെടുത്തി. എന്നെ കൊണ്ട് വയ്യല്ലോ. നവാസ്ഖാൻ്റെ കൂടെ നല്ല മട്ടത്തിൽ നിന്നാൽ മതിയായിരുന്നു. എല്ലാം തന്നിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് സഹിച്ചില്ല. പിന്നെ ഷമ്മാസി എപ്പോഴും ഇങ്ങനെ ഓളോട് കൊഞ്ചി കൊഴിയുമ്പോൾ എനിക്കും തോന്നി അവൻ്റെ കൂടെ ഒന്ന് അല്പസമയം ഇരിക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അഭിനയിച്ചു. വേണ്ടില്ലായിരുന്നു ഒന്നും. എന്നാൽ അവൾ നേരെ അതാ ഉമ്മയുടെ ഫോണ് ചോദിക്കുന്നു. ഉമ്മ, നിങ്ങൾ ഫോണും തരുമോ? എന്തിനാടി?
അതെ എനിക്ക് ഉപ്പാക്കൊന്ന് വിളിക്കാനാണ്. എൻ്റെ വാപ്പാ നമ്പർ എൻ്റെ അടുത്തൊന്നുമില്ല. നമ്പർ എനിക്കറിയാം, ഞാൻ വിളിച്ചോളാം. അങ്ങോട്ട് കാട്ടിക്കാണി. ഇജ്ജ് പോടി അവിടുന്ന്. ഇജ്ജിപ്പോൾ ഇനി പോലും കൂടി ഉണ്ട് വിളിച്ചെടുത്താനേക്കാരല്ലേ എനിക്ക്. എൻ്റെ എളാമി മക്കളും ഉണ്ടല്ലോ അവിടെ. എന്താ ഓളെ സ്നേഹം. ഹഫ്സമ്മ നനങ്ങാണ്ട് ഇങ്ങോട്ട് തുടങ്ങുകയാണ് ഓള്. എനിക്ക് അതിൻ്റെ പാട് പോയിരുന്നുണ്ട്. ഇജ്ജ് എന്ത് കാര്യത്തിന് ഇവിടെ വന്നിരുന്നത് എന്നാലേ. ഞാൻ എന്നോട് പല വട്ടം തത്ത പറയണ പോലെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറണ്ട എന്നുള്ളത്. പക്ഷെ ഇജ്ജ് കേട്ടില്ല. സഹിച്ചോ, നല്ലോണം സഹിച്ചോ. ഇവിടെ നിന്നുകാണ്ട് ഒരു പിഞ്ച് പൈതലുണ്ടല്ലോ എനിക്ക്. ഉമ്മ നിങ്ങൾ കുട്ടിൻ്റെ കാര്യം വല്ലാതെ പറയൊന്നും വേണ്ട. നിങ്ങൾ കുട്ടീനെ ഇട്ട് പോവുകയല്ലായിരുന്നോ? പിന്നെ പുത്തൻ വീട്ടു തറവാട്ടുകാരനാണ് ഞാൻ കുട്ടീനെ കണ്ടുപിടിച്ചതൊക്കെ. ഞാൻ പിന്നെ എന്താ അതിനും തലയിലേറ്റ് നടക്കണോ? അല്ലേ പിന്നെ ബാപ്പാക്കും ഉമ്മാർക്കും കുട്ടീനെ മാണ്ടി പിന്നെ വല്യമ്മയാണല്ലോ അത് തലയിൽ വെച്ച് നടക്കുക. ചരക്കാതെ പോടി ഓടുന്നു എൻ്റെ മുന്നിൽ നിന്ന്. ഇല്ലാത്തൊരു പുതുമ നെറ്റുകളൊക്കെ കാട്ടേണ്ടത് എന്താന്ന് വെച്ചാൽ ശരിക്കും കുഞ്ഞിക്കഥയ്ക്ക് ഭ്രാന്ത് ഇളകിയ പോലെ. എന്നാൽ ഉമ്മയുടെ ഫോൺ എടുക്കണം എങ്ങനെയെങ്കിലും. അതിൽ നിന്ന് ലോക്കിഞ്ഞ് അറിയാവോ തിരിച്ചു മറിച്ചൊക്കെ നോക്കാം, പറയാൻ പറ്റൂല എന്ത് ലോക്കെന്നാ വിട്ടച്ചിക്കണത്. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മ ബാത്റൂമിലേക്ക് പോയി. ആ സമയത്ത് സൗദ ഉമ്മയുടെ റൂമിലെത്തി. എന്താ സെറ്റപ്പ് റൂം, AC, കാര്യങ്ങൾ, ബെഡ് എല്ലാം. ആ വാപ്പാനെ അടിച്ചിറക്കിയായിരുന്നു. ആ കൊച്ചു കുടിലിൽ പോലും ഉമ്മാൻ്റെ സ്വഭാവം വളരെ മോശം. കൊച്ചു കുടിലിൽ കഴിയുന്ന അവരെ വരെ പിടിച്ചു വലിച്ചിറക്കി. ഇത്രയും നല്ല സെറ്റപ്പ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിലും വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. അവൾ അവിടെ ആകെ ഫോൺ തിരഞ്ഞു. തള്ളമണി കൊണ്ടുപോയിട്ടുണ്ടാവും ബാത്റൂമിക്ക്, വിശ്വസിക്കാൻ പറ്റൂല. പെട്ടെന്ന് അതാ അവൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മേശയുടെ വലിപ്പൊന്ന് വലിച്ചു നോക്കി. ഇതിനുള്ളിലെങ്ങനെ ഇട്ടിക്കണമെന്നാവും അറിയാവില്ല. പറയാൻ പറ്റൂല, ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പെട്ടെന്ന് ഫോൺ എടുത്ത് ഫോൺ അതാ ഇവിടെ. ഇതെന്താ സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെയാണോ? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കണേ? ഞാൻ അടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇക്കാരം. അതേ ഇക്കാരം. പെട്ടെന്ന് അതാ സൗദ അത് ഓൺ ചെയ്തു. എൻ്റെ റബ്ബപ്പാ നമ്പർ എനിക്കറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ലോക്ക് തുറന്നു. എല്ലല്ല, ഇനി ചെറിയ എല്ലാണാവോ? അതുമല്ല. എന്നെ അതുമല്ല. ചെറിയ എന്നെ അതുമല്ല. പിന്നെ ഇപ്പം എന്താ? സീട്ട് നോക്കിയാലോ? ഇനിയിപ്പോൾ 20 സെക്കൻഡ് 25 സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെ ആവുള്ളൂ. ഓളെ ഒരുപാട് സമയം വീണ്ടും വെയിറ്റ് ചെയ്തു. വീണ്ടും ഒന്നുകൂടെ നോക്കി. പെട്ടെന്ന് അവളുടെ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി. സെഡ് ഇട്ട് നോക്കിയാലോ? ചെറിയ സെഡ് അവൾ ആദ്യം ഇട്ട് നോക്കി. കഴിച്ചിലായി. എന്നാലും എൻ്റെ അമ്മ വല്ലാത്ത വിരുദ്ധത്തിയാണ് ഇത്രയും വലിയ ലോക്കൊക്കെ ഇട്ടച്ചേക്കണത്. ഇതൊക്കെ ചെറിയ കുഞ്ഞ് സെഡൊക്കെ ആക്കി വെച്ചേക്കണ്. എന്താന്നില്ലേ? വേഗം അവൾ ഉപ്പയുടെ നമ്പർ ഡയൽ ചെയ്യുന്നു. 98 44 65 13 78. ഇതന്നെ ആയിരിക്കും. അവൾ ഫോൺ അതാ ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നുണ്ട്. എടുക്കുന്നില്ലല്ലോ. വീണ്ടും ബെല്ലടിക്കുന്നു. മറുതലക്കിൽ നിന്ന് അതാ ഒരു പെണ്ണിൻ്റെ ശബ്ദം. ഹലോ, ഉപ്പ എവിടെ? ഇതാരാണ് ഇത്? അല്ല, ഉപ്പ എവിടെ? ഉപ്പ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിരുന്നു പള്ളിയിലേക്ക്. അത് ശരി. ഇതാരാ? ഇത് സൗദയാണ്. സൗദേ മോളെ, നീ എവിടെയാണ്? ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോന്നോ? ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം മോളെ എനിക്കറിയില്ല, അറിയുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നിരുന്നു മോളെടുത്ത്. മോളെ നീ എവിടെയാണ്? ഞാനിപ്പോൾ വീട്ടിലാണ്. ഞങ്ങൾ തറവാട്ടിലോ? ശരി. മോൾ ഡിസ്ചാർജൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒന്ന് വന്നിട്ട് വിളിക്കാൻ പറയണം. വേണ്ട, ഈ നമ്പർക്ക് വിളിക്കേണ്ടത് ഉമ്മാൻ്റെ നമ്പറാണ്. ഒന്ന് വിളിക്കാൻ പറയുമോ പറ്റുന്നുണ്ടെങ്കിൽ? അല്ലെങ്കിൽ വേണ്ടിയാ പിന്നെ വിളിച്ചോണ്ട്. അപ്പോഴേക്കും അതാ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. എന്നാ ശരി എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത് മേശയിലേക്കിട്ട് പഴയ പോലെ പൂട്ടി വെച്ചു. എൻ്റെ റബ്ബേ, എന്താടി അവിടെ ചുറ്റിക്കള എനിക്ക്? അതാ കുഞ്ഞിക്കഥ പറയുന്നു. ഒന്നുമില്ലമ്മ, ഞാൻ ആ റൂമിൽ AC വർക്ക് ചെയ്യണില്ല, അപ്പോൾ ഇവിടെ ഒന്ന് ചൂടെടുത്തിട്ട് വന്നിരുന്നതാ. ഇങ്ങോട്ട് കയറൊന്നും വേണ്ട, അവിടെ തന്നെ എന്നോ. എനിക്ക് അവിടെ റൂമുണ്ടല്ലോ, എന്തിനാ അങ്ങോട്ട് പാഞ്ഞേരി വരുന്നേ? ഇവിടെ അങ്ങനെ പലതും ഉണ്ടാവും. അവിടേക്ക് വണ്ടിപ്പാഞ്ഞ് ഒരാളെ റൂമിലേക്ക് അങ്ങനെ വണ്ടിപ്പാഞ്ഞ് വരാനൊന്നും പാടില്ല, അതെനിക്കറിയില്ലേ. ഞാൻ വന്നിട്ടില്ല അമ്മ, ഞാൻ വെറുതെ ഒന്ന്. ഏതായാലും വല്ലാത്തൊരു പുതുമ. അല്ല, ഇജ്ജ് പോകാൻ നോക്കണില്ലേ കെട്ടിച്ചു കൊടുത്തേക്ക്?
എന്തുമ്മ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടല്ല. പുതിയാപ്പിളാരുണ്ടാവുമ്പോൾ നടക്കണം. എൻ്റെ പുതിയാപ്പിള ഇവിടെ ഉണ്ടോ? അപ്പം ഉമ്മ നിങ്ങളോ? നിങ്ങൾക്കും പുതിയാപ്പിള ഉണ്ടല്ലോ. നിങ്ങളിങ്ങിട്ട് ഉപ്പാൻ്റെ ഒപ്പം നടക്കണത് ചേലക്കല്ലടി, ചേലക്കല്ല കരിങ്കുറ്റിയെ. അല്ല ഒലക്കമല വർത്താനം. ഏത് നേരം ഓൾ എന്നോട് പറഞ്ഞങ്ങോട്ട് തട്ടുത്തര നാലിനങ്ങോട്ട് പറയും. പിന്നെ അങ്ങനെ നന്നാ നിങ്ങളൊക്കെ. ഉമ്മ നിങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് മാതൃക വേണ്ടത്. നിങ്ങൾ ഉപ്പാൻ്റെ കൂടെ നല്ല രീതിക്ക് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളും നിന്നിരുന്നു. പക്ഷെ നിങ്ങളായിട്ടാണ് ഇല്ലാതാക്കിയത്, എനിക്കറിയാം. ഇനിയിപ്പോൾ അത് പറഞ്ഞോ. എൻ്റെ തന്തൻ്റെ എന്ത് കണ്ടിട്ടടിയാണ് നിൽക്കുന്നത്? മൂപ്പരടുത്ത് 5 കായ ഉണ്ടായിനോ? ഞാൻ നയിച്ചാൻ പോയിട്ടില്ല ഇനി ഇവിടെ പോറ്റിൻ്റെത്. ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ട പെരയിൽ പെരപ്പണി എടുത്തുകാണ്ട് നടന്നുകാണ്ട് നിങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്നതിൻ്റെ. ഉമ്മ അത് ഉപ്പ കൊണ്ടുവരായിട്ടില്ലല്ലോ. ഉപ്പ ആദ്യം കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറ്റായിട്ടല്ലേ. ഇതെന്താ തന്തേന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വലിച്ചതെന്നൊക്കെ എനിക്കിപ്പോൾ നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ കുത്തി പൊന്തിച്ചുണ്ടായിക്കോ. ഞാൻ പെരക്കാരോടൊന്നും പറയാൻ നിൽക്കണ്ട. സൗദാ പോകാൻ നോക്കി എടുക്കാനുള്ളതൊക്കെ എടുത്ത്. എൻ്റെ കുട്ടീൻ്റെ അവിടെ എനിക്കാണ്ട് പോയി കയറി ചെല്ലാം. പിന്നെ അവിടുന്ന് ഒഴിവായി കഴിഞ്ഞാലേ ഇവിടെ നിന്ന് ഇരകിച്ചു ഇനി നോയിക്കോണ്ടേ ആ സീനാൻ്റെ ഇടയിൽ. ആ ഉമ്മ നിങ്ങളൊന്നും ഉണ്ടാക്കുമോ? അവൾ നേരെ അതാ അപ്പുറത്തെ റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. വേണ്ടില്ലായിരുന്നു, ഞാനായിട്ട് തന്നെ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി. സൗദ ശരിക്കും പെട്ടുപോലെ തന്നെയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഹസീന ഇറങ്ങി വന്നു. ഇവിടെ എൻ്റെ ഫുഡൊന്നും ആയില്ലേ? അതോ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ? വരുന്നുണ്ട് പെമ്പറന്നോ. ഇവിടെ നിന്ന് ഒന്നും ഉണ്ടാക്കില്ല. ഇന്നലത്തെ ചോറിന് എമ്പാടവിടെ ഫ്രിഡ്ജിലുണ്ട്. അതെ ഇങ്ങളെല്ലാം തിന്നോളി. അപ്പോൾ തന്നെ അതാ സൗദ ഓർഡർ ചെയ്യുന്നു. അതെ അവൾക്കുള്ള ഫുഡ്. അല്പസമയത്തിന് ശേഷം അതാ കൊറിയർ ബോയ് എത്തുന്നു. ബെല്ലടിക്കുന്നു. ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ഓക്കെ. അതെല്ലാം സെറ്റാക്കി അവൾ ഫുഡുമായി നേരെ അതാ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു. ഒരാൾ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് പറയുകയോ ഒന്നും ചെയ്തില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം അതാ ഭക്ഷണം കഴിച്ചു. അതെ നല്ല അൽഫാം മന്തിയുടെ മണം, ഹണി ചിക്കനോ എന്തൊക്കെയുണ്ട്. അതിനിടയിൽ ഡ്രിങ്ക്സും കാര്യങ്ങളും അതുമുണ്ട്. ശരിക്കും അതാ കുഞ്ഞിക്കതിയ അങ്ങോട്ട് മണമടിച്ചിട്ട് വന്നു. എൻ്റെ പൊന്നാര എൻ്റെ അസീന എനിക്കിത് ഉറക്കണുണ്ടല്ലോ. എൻ്റെ പെറ്റ തള്ളലടി. ഞാൻ 2 പറ്റ എനിക്ക് ഇവിടെ വെച്ചൂടെ? ബാക്കി ഉണ്ടാവും, ഞാൻ തിന്നിട്ട് ബാക്കിയുണ്ട് തിന്നാം, അല്ലെങ്കിൽ പുറത്തേക്കിടും ഞാൻ. ശരിക്കും അതിൽ ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ സൗദിയും വിശന്നിരിക്കുകയായിരുന്നു. ആ ചോറ് ചൂടാക്കാം എന്നും കരുതി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. എന്നാൽ ഹസീന ചോറ് ബാക്കിയാക്കി. മതി, വയറ് പറഞ്ഞു. നേരേതാ അവൾ ഇതെടുത്തുകൊണ്ട് നേരെ പുറത്ത് പൂച്ചക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. എന്നാൽ പെട്ടെന്ന് സൗദിയുടെ ഉമ്മ, എടി അത്രയും ചോറ് പുറത്ത് കൊണ്ടേ എന്തിനാ കൊട്ടിയത്? ഇവിടെ 2 മനുഷ്യന്മാരുടെ തിന്നാൻ ഓല് തിന്നൂലേ? മനുഷ്യന്മാർക്ക് കൊടുക്കണേക്കാളും നല്ല ജന്തുക്കൾക്ക് കൊടുക്കണതാ. മനുഷ്യന്മാരെ ഫുൾ ഷെയ്ത്താന്മാരാ നിങ്ങൾ രണ്ടാളും. എനിക്ക് ഇഷ്ടമില്ല, തരൂല ഒരു വറ്റും. ശരിക്കും ഹസീനയുടെ ആ ഒരു കാട്ടിക്കൂട്ടൽ എന്നാൽ സൗദിയുടെ നെഞ്ച് പിടച്ചു പോയി. റബ്ബെ, പുത്തൻവീട് തറവാട്ടിൽ എന്ത് സുഖമായിരുന്നു. അതെ അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ച് ഷാമോൻ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ, ഉമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ. പക്ഷേ ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് ബാക്കി പുറത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും മനുഷ്യർ വീട്ടിലുള്ള താത്താക്കും ഉമ്മാക്കും തരുന്നില്ല. ഇത്രക്കും മോശമായൊരു ജന്മമായിരുന്നു ഹസീനയുടേത്. ശരിക്കും അവള് വളരെ മോശം എന്ന് തന്നെ പറയാം. എന്നാൽ അതെല്ലാം കണ്ട് സൗദ വിങ്ങിപ്പൊട്ടി. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായിപ്പോയി. ശരിയാണ്, എൻ്റെ കയ്യബദ്ധം എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം അതാ ഉമ്മയുടെ ഫോണിലേക്ക് ഒരു ബെല്ലടി കേൾക്കുന്നു. ആരപ്പൊന്ന് ബെല്ലടിച്ചത്? എൻ്റെ ഫോണാ ബെല്ലടിച്ചത്? എൻ്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടീനല്ലോ. അയക്കിഞ്ഞിപ്പോൾ ആരെയും വിളിച്ചും ചിട്ട് അതിൽ കണ്ടമാനം കായുണ്ട്. ആക്കഞ്ഞ് ഗൂഗിൾ പേ കൂടെ ഒക്കെ ഇങ്ങനെ വിളിച്ചുമ്പോൾ പോകുമെന്നുള്ള പേടിയാണ്, ബേജാറും. അതുകൊണ്ട് ഞാനത് ഓഫാക്കിയിട്ടാണ്. ഗൂഗിൾ പേയിൽ കുറച്ച് കായുണ്ട്. ആ ഒരു പൈസ ആരെങ്കിലും വിളിച്ചുമ്പോൾ ഇങ്ങനെ ലീക്കായി പോകുന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവിടെ പൂട്ടി വെച്ചേക്കാണ്. ശരിക്കും സൗദിയുടെ ഉമ്മയുടെ ചിന്താഗതി അതായിരുന്നു. ആരാപ്പത്? അങ്ങനെ അതാ സൗദിയുടെ ഉമ്മ ആ ഫോൺ എടുക്കുന്നു. ഇതിലേക്ക് ഇപ്പോൾ അറിയാത്തൊരു നമ്പർ വരുന്നേ. ഹലോ. പെട്ടെന്ന് അതാ അപ്പുറത്ത് സൗദിയുടെ ഉപ്പയുടെ ശബ്ദം. ഹലോ. എന്തിനാ വിളിച്ചിരുന്നത്? വിളിച്ചേ? ആര് വിളിച്ച? ഇതാരാണ്? ഇതാരാണ്? ഇത് കുഞ്ഞിക്കതിയാ. കുഞ്ഞിക്കതിയ. എന്നാൽ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉപ്പ ഫോൺ
എന്ത് പറയണമെന്നറിയാതെ കട്ടാക്കണോ എന്നറിയാതെ. സൗദ ഇവിടെ? സൗദേ, സൗദൻ്റെ ഫോണല്ലത്, ഇത് കുഞ്ഞിക്കതിയാൻ്റെ ഫോണാണ്. സൗദൻ്റെ ഫോണക്ക് വിളിച്ചത് ദീക്കല്ല ഓളെ കിട്ടാൻ, ഓൾഡേക്ക് വിളിച്ച്. ഇത് ആരാണാവോ? സൗദൻ്റെ ഉപ്പയാണ്. ശരിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോൾ അതാ കുഞ്ഞിക്കതിയ ഒന്ന് ഞെട്ടി. സൗദൻ്റെ ഇപ്പേ? ആ, സൗദൻ്റെ ഉപ്പന്നെ. മോള് വിളിച്ചോ? മോൾക്ക് വേണ്ടിയിട്ട് വിളിച്ചാണെങ്കിൽ ഇതിക്കല്ല വിളിച്ച. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ കിട്ടി, നമ്പർ കിട്ടി? എനിക്കറിയില്ല അതൊന്നും, എനിക്ക് സൗദിനെ കിട്ടിയാൽ മതി. പിന്നെ നിങ്ങളെ എവിടെ മറ്റേ പെണ്ണുങ്ങളും കുട്ടികളൊപ്പം സുഖിച്ചങ്ങോട്ട് ജീവിച്ചോട്ട് നിങ്ങളെ കയ്യെ കിട്ടിയിട്ട് വേണം രണ്ട് വർത്താനം പറയാൻ വെച്ചിട്ട് നിൽക്കണ് ഞാൻ. സൗദൻ്റെ എപ്പാണ് വിളിച്ചേക്കണ്. ചെറുപ്രായക്കാരത്തിനെ കെട്ടിക്കാണ്ട് ഒപ്പം കൊണ്ട് നടക്കാൻ നാണല്ലല്ലോ ചെങ്ങായി ഞങ്ങൾക്ക്. 2-3 മക്കളും മോളെ പ്രായമുള്ളൊരു പെണ്ണിനെ കെട്ടിക്കാണ്ട് ഓളപ്പാണ് സുഖിച്ച് ജീവിച്ചൂടെ. എന്താന്നില്ലേ പരട്ടക്കിളവൻ. ഇത്രയ്ക്കും ഒരു വയസ്സും പ്രായം എന്നുള്ള ചിന്ത, ഇത്ര വലിയ മക്കളുണ്ട് എന്നുള്ള ചിന്തയില്ലേ? ഒരു മോളെ പ്രായമുള്ള പെണ്ണിനെയും കിട്ടി ഓളപ്പം അങ്ങനെ സുഖിച്ച് ജീവിച്ചൂടി തന്തേ. നിങ്ങളെൻ്റെ കൺമുമ്പിൽ കിട്ടായിട്ടാണ്. പിന്നെ നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളുണ്ടല്ലോ കൺമുമ്പിൽ കണ്ടാൽ ഞാൻ അരിഞ്ഞ് കളയും. ശ്രദ്ധിച്ചോളി, ഒറ്റ ഒന്നിനെ ഇല്ലാതാക്കും. നിങ്ങളാ പെണ്ണിട്ടാൻ പൂതി. പെട്ടെന്ന് അതാ സൗദിയുടെ ഒപ്പം കുഞ്ഞിക്കതിയാ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്നെ ഒരിക്കലെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? എന്നെ പുറത്താക്കല്ലേ? പോ തന്തേ ഉണ്ട്. ഇപ്പം എന്താ, ഞാനെൻ്റെ ഇഷ്ടത്തിന് പെണ്ണ് കിട്ടിയിട്ട് എനിക്കെന്തത്ര കുലുക്കം? ഞാൻ കെട്ടും, കല്യാണം കഴിക്കും, എനിക്ക് മക്കളുണ്ടാവും, അതിനെന്താ? അതൊക്കെ എനിക്കുണ്ടായിരുന്നല്ലോ. എനിക്കെന്നെ പറ്റാത്തതുകൊണ്ടല്ല, ലജ്ജായിട്ടല്ല എന്നെ ഒഴിവാക്കിയത്. എന്നിട്ട് ഇപ്പം ചിൻ്റെ തലയിൽ കയറാൻ വരുന്നോ? കുഞ്ഞിക്കതിയാ, അഹങ്കാരം അതെൻ്റെ മോൾക്കും ഇല്ലാതാകാൻ വേണ്ടി നോക്കിക്കോ. ഇജു എൻ്റെ മക്കളും ഒരേ സ്വഭാവം പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിക്കണ്. ഏതായാലും അത് അപകടത്തേക്കാണ്. എൻ്റെ അതേ സ്വഭാവം എൻ്റെ മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൽക്കും മാപ്പിളാരില്ലാത്ത അവസ്ഥ വരും. നല്ല മട്ടത്തിൽ കെട്ടിച്ച് ഞാൻ നിക്കാഹിച്ച് കൊടുത്തിരുന്നു എൻ്റെ മോളെ. പക്ഷേ ഇജായിട്ട് അത് ഇല്ലാതാക്കി അല്ലേ? ഓൻ്റെ അടുത്ത് നിന്ന് കൂട്ടിക്കൊടുന്നു. അനക്കൊരിതുണ്ട്. അതെ, എനിക്ക് ഏതായാലും മാപ്പിളിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ എൻ്റെ മക്കളും നിൽക്കണ്ട, ഓലും അങ്ങനെ ഒറ്റക്ക് കഴിയട്ടെ വിധവകളെ പോലെ എന്നൊരു ചിന്താഗതി എനിക്ക് അല്ലേ? എൻ്റെ ചെറി അടിച്ച് ഞാൻ പൊളിക്കും, കരുതിക്കോ. എൻ്റെ വേണ്ടാത്ത ചിന്തകൾ എൻ്റെ കുട്ടികളെങ്ങാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഓലെ പാട്ടിന് പോയിക്കോട്ടെ, ഓലെ പിടിച്ചു വെക്കാൻ നോക്കരുത്, മനസ്സിലായല്ലോ? കുഞ്ഞിക്കഥ ശരിക്കും വിരണ്ടു പോയി. പഠിച്ചോനെ, ഈ തന്ത എന്നോട് ഇങ്ങനെയൊക്കെ പറയേ? അവൾക്ക് ശരിക്കും ഉത്തരമില്ലാതെയായി. എന്നാൽ എപ്പോഴേക്കും സൗദിയുടെ ഉപ്പ ഫോൺ വെച്ചിരുന്നു. എന്നാൽ ഇക്ക, നിങ്ങൾ എന്തീ പറഞ്ഞത്? ആരോട് പറഞ്ഞത്? ഒന്നുമില്ല, ആരോടും ഇല്ല. ശരിക്കും അതെല്ലാം ഹഫ്സ കേട്ടിരുന്നു. ഇക്ക, എന്ത് നിങ്ങൾ ഇങ്ങനത്തെ ഭാഷയൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഒന്നുമില്ല, എൻ്റെ മക്കളെ കൂടെ കേടെടുത്താണ് എൻ്റെ ഭാര്യൻ്റെ ഉദ്ദേശം. അതെ, നല്ല മട്ടത്തിൽ നിക്കാഹ് കഴിപ്പിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവൻ മെയിൻറ്റ് ചെയ്തില്ല. പിന്നെ ആ പുത്തൻവീട് തറവാട്ടുകൾ ഓളെ സംരക്ഷിച്ച് നമ്മളെ അടുത്തേക്കോള് വന്ന് ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. എന്തൊക്കെ ആർക്കറിയാം. ഏതായാലും വല്ലാത്തൊരു പുതുമ. ഈ ഒരു പെമ്പറന്നോളെ കൊണ്ട് ചില്ലറ അടങ്ങാറൊന്നല്ല. ഏതായാലും അതെ, കുറേ സഹിച്ചിക്കണ് ഞാൻ. എൻ്റെ മക്കൾക്ക് ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ ഓൾക്കത് പോരേന്, ഓൾക്ക് ഇന്നെ പറ്റൂലേന്. ഓൾക്ക് കുറച്ച് തണ്ടും തടിയുള്ള നല്ല ചെറുപ്രായക്കാരേന്, വലിയ തീർപ്പതി. അങ്ങനെയായിരുന്നു. ഇന്നോൾക്ക് പറ്റൂലേനു, കുറച്ച് തടി വലിയ ആളായതുകൊണ്ട് വയസ്സൻ കിളവെന്ന് പറഞ്ഞ് നടക്കേനു. ഓൾ ആളത്ര പോരാ. അതേ സ്വഭാവം മക്കൾക്കും പഠിപ്പിച്ചെടുത്തേക്കണോള്, അതേ സ്വഭാവത്തിൽ. ശരിക്കും ആ ഒരു വാക്കുകൾ കേട്ട ഹഫ്സ പറഞ്ഞു, ഇക്ക നിങ്ങൾ ചൂടാവണ്ട, മനസ്സ് റിലാക്സാക്കി, സാരല്ല. എന്തിക്ക, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണോ പറഞ്ഞത്? ഹഫ്സ, മിണ്ടാതിരിക്കുക. എനിക്ക് ദേഷ്യം കൂടി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ടെൻഷനാക്കല്ലേ? അല്ല, അവരെന്തൊക്കെയോ പറഞ്ഞത്? മോളെ പ്രായമുള്ള മോളെന്നൊക്കെ പറഞ്ഞു. നീ എൻ്റെ മോളെ പ്രായമുള്ളതാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ പ്രായമുള്ളതാണെങ്കിലും നീ എൻ്റെ ഭാര്യയാണ്. അതിനെക്കുറിച്ച് നീ ടെൻഷനാക്കണ്ട, മനസ്സിലായല്ലോ? ഇക്ക, നേരത്തെ സൗദ ആണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവളുടെ നമ്പറിൽ നിന്നായിരിക്കും വിളിച്ചത്, അതായിരിക്കും. കിട്ടിയില്ലല്ലേ സൗദയെ? ഇല്ല, അവളൊക്കെ നോക്കട്ടെ എന്തൊക്കെ ആയിത്തീരുന്നു. മക്കളെ നല്ല മട്ടത്തിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. അവർ നേരെ തരതിരിഞ്ഞ് ഇങ്ങോട്ട് പോരും. പിന്നെ ആകപ്പാടെ കൊളാക്കണ ജീവിതം. എന്തിനാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ? ഏതായാലും എൻ്റെ ഈ 2 ചെറിയ മക്കൾ ഇവിടെ കഴിയട്ടെ. ഓലെങ്കിലും നമുക്ക് നല്ല മട്ടത്തിൽ നന്നാക്കി എടുക്കണം. കാരണം അവർ
ഒരിക്കൽ പോലും ഇനി അവരെ കൂട്ടത്തിൽ പോയി കേട് വരരുത് എന്നാണ്. ഇക്ക, ഈ മക്കളെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്. അത് നമ്മളെ മക്കളല്ലേ, എങ്ങനെ വെച്ചാൽ ഞാൻ പോലെ നോക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അവർക്ക് വിഷമമുണ്ടാക്കാതെ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വെടുപ്പും വൃത്തിയൊക്കെ ഉണ്ട്. എന്തിനോലെ കോലം. ഇക്കങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്തായാലും അവിടുത്തെ ഉമ്മാൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. കാരണം എന്തൊക്കെ തന്നെയായാലും ഇവരെയൊക്കെ പെറ്റ ഉമ്മ അവർ തന്നെയല്ലേ. ആ, ഇനി ഓള് നന്നാവും, ഓള് മരിച്ചാലും നന്നാവില്ല, ഈ നോക്കിക്കോ. ശരിക്കും സൗദിയുടെ ഉപ്പയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഹഫ്സ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എല്ലാവരും നന്നാവണം, പഠിച്ചോനെ എല്ലാവരും നല്ല മനുഷ്യന്മാരാണോ, എല്ലാവർക്കും ഈമാനോട് കൂടി എല്ലാവരും മരിക്കണം. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരാളും ബുദ്ധിമുട്ടാവരുത് അല്ലാ. പഠിച്ചോനെ ഈ മക്കളായാലും ഈ മക്കളുടെ ഉമ്മയായാലും അവർക്കൊക്കെ നല്ല മനസ്സിന് തോന്നിപ്പിക്കല്ല. ഹഫ്സ അങ്ങനെയാണ് ദുആ ചെയ്തത്. എന്നാൽ ഈ സമയം അതാ സൗദിയുടെ നേർക്ക് ഉമ്മ, എടീ എൻ്റെ തന്ത വിളിച്ച് എന്നെ ചോദിച്ചിട്ട് എൻ്റെ ഫോണൊക്കെ വിളിച്ചു, ഇഞ്ചി എൻ്റെ ഫോണെങ്ങാനും എടുത്തിരുന്നോ? ഉമ്മ നിങ്ങൾ എന്തീ പറയണത്? സത്യം പറഞ്ഞോ, ഇഞ്ചിൻ്റെ ഫോൺ എടുത്തിരുന്നോ? എടുത്തേക്കണെങ്കിൽ എന്താ, എൻ്റെ ഉമ്മാൻ്റെ ഫോൺ എടുത്ത് എനിക്കിപ്പോൾ എന്താ എൻ്റെ ഉപ്പാനെ വിളിക്കാൻ? ഇജ്ജ് എൻ്റെ ബാപ്പാനെ വിളിക്കാനേ എൻ്റെ ഫോൺ എടുക്കണ്ട, മനസ്സിലായല്ലോ? എന്നാലേ നിങ്ങളുടെ ഫോൺ തരും, എനിക്ക് എൻ്റെ 1.5 ലക്ഷത്തിൻ്റെ ഫോൺ കിട്ടണം, എൻ്റെ iPhone 17 Pro Max കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഇങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഇങ്ങൾക്കും ഹസീനക്കുമെതിരെ, നോക്കിക്കോളി. എന്നാൽ അത് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. അതെ, പോലീസുകാരെങ്ങാനും വന്ന് ഈ റൂമൊക്കെ ആകെ ചെക്ക് ചെയ്ത് ആ ഫോണെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള വരുമാനം അതോടുകൂടി നിൽക്കും. എന്നാൽ കുഞ്ഞിക്കദ്യ ശരിക്കും പേടിച്ചു സൗദയുടെ ആ ഒരു ഭീഷണിയുടെ മുമ്പിൽ. എന്തായിരിക്കും സൗദക്ക് ആ ഫോൺ കിട്ടുമോ? അതിനുവേണ്ടി അവൾ കേസ് കൊടുക്കാൻ പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.